ഞാൻ IIM-ലെത്തിയ ജേർണി ഒരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അതിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സർ, +2 കഴിഞ്ഞിട്ട് നമുക്ക് IIM-ലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കുറേ വർഷങ്ങൾ മുൻപാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ അതിന് ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IIM-ലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഫസ്റ്റ് ഓപ്ഷനാണ് IIM കോഴിക്കോട് ഓഫർ ചെയ്യുന്ന BMS അഥവാ ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രോഗ്രാം. +2 കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് നേരെ IIM കോഴിക്കോടിൽ കയറി അവിടെ 4 വർഷം പഠിക്കാനുള്ള പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കോഴ്സ് വളരെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു കോഴ്സാണ്. അതായത് അതിലെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവർ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഡ്യൂറേഷൻ 4 years ആണ്. ആ 4 yearsന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി ഒരു BMS ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഈ BMS നമ്മുടെ കേരളത്തിൽ നിന്ന് അത്രയും പോപ്പുലർ അല്ലെങ്കിലും ഇന്ത്യയിലെ ബാക്കിയുള്ള പല സ്റ്റേറ്റ്സിലും ഭയങ്കര പോപ്പുലർ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സെന്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിലാണ് പഠിച്ചത്. അവിടെ BBA-നെക്കാളും കുറച്ചുകൂടി പോപ്പുലറും അതിനുശേഷം സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് ആയിരുന്നു BMS. അപ്പോൾ ആ 4 years കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി ഒരു BMS ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ +1 +2 മാർക്സ് ഒന്നുമല്ല നോക്കുക. ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം IIM കോഴിക്കോട് തന്നെയാണ് നടത്തുക. അതിന്റെ പേര് IIMK BMS ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാം ആണ്. അതിന് 2 ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന് ക്വാണ്ട്, ബേസിക്കലി മാത്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വെർബൽ, അതായത് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. MCQ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ഇവർ നടത്തും. അതിൽ ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാം. ഇനി ഈ ഒരു എക്സാമിന്റെ മാർക്ക് മാത്രമല്ല അവർ ഉപയോഗിക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ട് കൂടി ഉണ്ടാവും. ആ പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ടിൽ നിങ്ങളുടെ പെർഫോമൻസും കൂടെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ തരണോ വേണ്ടോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കും. ഇനി നിങ്ങൾക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ JEE മെയിൻസിന്റെ സ്കോറോ അല്ലെ സാറ്റിന്റെയോ ACTയുടെ സ്കോറോ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ JEE മെയിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്കോറും വെച്ചിട്ട് വേണേൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കാര്യമാണ് ഇതിന് പഠിക്കാനുള്ള ഫീസ്. അപ്പോൾ ഫീസ് കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. ഓരോ വർഷവും പെർ ഇയർ 7 lakh rupees ആയിരിക്കും ഇതിന്റെ ഫീസ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4 വർഷത്തേക്ക് 21 lakh rupees ആയിരിക്കും ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ട ഫീസ് വരും. അതായത് IIM കോഴിക്കോട് പോലത്തെ IIMസിൽ നിങ്ങൾ MBA ചെയ്യുന്ന ഓൾമോസ്റ്റ് അതേ ഫീസ് ആയിരിക്കും ഈ ഒരു 4 years കോഴ്സിന് വരാൻ പോകുന്നത്. ലാസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ഒരു April എൻഡോട് കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവർ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല. ഇനി അടുത്ത നിങ്ങളുടെ സംശയം, സാർ ഈ ഒരു കോഴ്സ് നല്ല കോഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജും ഇതിന്റെ ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് IIMൽ പഠിക്കാം. എന്ന് മാത്രമല്ല, ആ IIMൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് IIMs, നമ്മളിപ്പോൾ NIRF റാങ്കിങ് എടുത്തു നോക്കുകയാണെങ്കിൽ IIM കോഴിക്കോട് 3rd ആണ്. പക്ഷെ അത് ഞാൻ കറക്റ്റായിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷെ IIM കോഴിക്കോട് ശരിക്കും റാങ്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലെ IIMസിൽ 5th ആയിട്ടുള്ള IIM ആണ്, 5th ബെസ്റ്റ് IIM ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു IIMൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അത് വലിയ വാല്യൂ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ IIMൽ ഈ 4 കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ CV-യിൽ നോക്കുമ്പോൾ നിങ്ങൾ IIMൽ പഠിച്ച ഒരാളാണ്, അതും വളരെ നല്ലൊരു IIMലാണ് നിങ്ങൾ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സസിനൊക്കെ ഓപ്പർച്യൂണിറ്റീസും അഡ്മിഷനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി ഈവൻ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നല്ലൊരു IIMന്ന് MBA ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങളുടെ CV നോക്കുമ്പോൾ നിങ്ങൾ IIMൽ ഓൾറെഡി 4 years കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതേസമയം ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇതിന്റെ ഫീസാണ്. അപ്പോൾ ഫീസ് ചെറിയൊരു ഫീസ് അല്ല, നല്ലൊരു ഫീസാണ്. ആ ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ നിങ്ങൾക്ക് ഈ കോഴ്സിന് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിരിക്കില്ല, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ആ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ജോലി സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും നിങ്ങൾ അതിനുശേഷം ഒരു MBA വല്ല ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 21 lakhs എന്ന് പറഞ്ഞ ഫീസിൻ്റെ കൂടെ നിങ്ങൾ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ MBAയുടെ ഫീസ് മേ ബി ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ 20 lakhs 25 lakhs ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അന്ന് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടും. പക്ഷെ ആ ഒരു ഫീസും കൂടി എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഫീസ് ആംഗിളിൽ അത്രയും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പേരൻസിന് ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ മേ ബി ഇറ്റ് മേക്ക് സെൻസ് ഫോർ യു. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാച്ചിലെ കുട്ടികൾ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ശരിക്കത്തെ ക്വാളിറ്റി എന്താണെന്നും ഈ ഒരു ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് എത്രത്തോളം ജോലി സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. പക്ഷെ അത് നിങ്ങൾ ഓവർ കൺസേൺ ആയിട്ട് എടുക്കണ്ട എന്നാണ് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +1 പഠിക്കുന്ന സമയത്തായിരുന്നു IIM ഇൻഡോർ അവരുടെ IPM എന്ന് പറഞ്ഞ കോഴ്സ്, വീണ്ടും +2 കഴിഞ്ഞിട്ട് IIM ഇൻഡോറിൽ പഠിക്കാനുള്ള കോഴ്സാണ്. നമ്മൾ അതിനെ പറ്റി ഇനി നോക്കാൻ പോവാണ്. ആ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്ത് അപ്പോൾ ആ സമയത്ത് കുറേ പേർക്ക് സംശയമായിരുന്നു ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നീട് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി അങ്ങനത്തെ ഒരു കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ആരും അതിനെപ്പറ്റി ചോദ്യമൊന്നും ചെയ്യാറില്ല. ഓൾമോസ്റ്റ് അതേ ട്രജക്ടറിയിലായിരിക്കും IIM കോഴിക്കോടിന്റെ ഈ BMS പ്രോഗ്രാം പോവുക. അപ്പം ഒരു 4 വർഷം കഴിയുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം മനസ്സിലാക്കണം, ഇതിന് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പാക്കേജിന്റെ ജോലി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്,
ഈ ഒരു പ്രോഗ്രാമിൽ ആസ് ഓഫ് നോ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ IIM കോഴിക്കോട് കോഴിക്കോട് ക്യാമ്പസിലല്ല പഠിക്കുക, അവരുടെ കൊച്ചി ക്യാമ്പസിലായിരിക്കും പഠിക്കുക. അത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു IIM കോഴിക്കോടിൻ്റെ ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസും നിങ്ങളുടെ MBA സീനിയേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അതൊക്കെ ചിലപ്പോൾ മിസ്സാവും. അതല്ലാതെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടത്. കൂടുതൽ ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ IIM കോഴിക്കോട് വെബ്സൈറ്റിൽ പോയിട്ട് ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് IPM. അപ്പോൾ IPMന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഇസ് എൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. അതായത് ബാച്ചിലേഴ്സും ഉണ്ടാവുന്നതായിരിക്കും, അതിനോടൊപ്പം തന്നെ മാസ്റ്റേഴ്സും കൂടി രണ്ടും കൂടി ചേർന്നുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരിക്കും IPM. ഈ IPM ആദ്യം ഓഫർ ചെയ്തത് IIM ഇൻഡോർ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ കറന്റ് ഇത്രയും IIMs ഈ IPM എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ഈ IIMസിൽ പഠിക്കാനുള്ള പ്രോഗ്രാമാണ് IPM പ്രോഗ്രാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും IIM ഇൻഡോർ തന്നെയാണ്. അതിനുശേഷം IIM ഷിലോങ്, IIM റാഞ്ചി അങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ കൃത്യമായിട്ട് റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ജനറലി IIMന്റെ റാങ്ക്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ഏതാണ്ട് അതേ റാങ്ക്സ് ആയിരിക്കും ഈ കോഴ്സുകൾക്ക് ഉണ്ടാവും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കോഴ്സ് ഡ്യൂറേഷൻ 5 വർഷമായിരിക്കും. ആ 5 വർഷത്തിൽ 3 years നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്കുള്ള സമയമായിരിക്കും. ആ 3 yearsൽ നിങ്ങളൊരു BA പ്രോഗ്രാം ആയിരിക്കും ചെയ്യുക. BBA അല്ല, BMS അല്ല, BA പ്രോഗ്രാം ആയിരിക്കും ചെയ്യുക. അത് ഓരോ IIMനും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ IIMസിന്റെ ഓരോ IIMന്റെയും നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റിൽ പോയി നോക്കണം. പിന്നെ 2 വർഷം വരുന്നത് നിങ്ങളുടെ MBA പ്രോഗ്രാമാണ്. MBA എന്ന് എവിടെയും പറയില്ല, മിക്ക സ്ഥലത്തും PGP അഥവാ PGDM എന്നൊക്കെയാണ് പറയുക. പക്ഷേ ബേസിക്കലി MBA ആണ്. അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് IPM കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 3 years സാധാരണ കോളേജ് പഠിക്കുന്ന പോലെ ഒരു BA പ്രോഗ്രാമിലായിരിക്കും പഠിക്കുക. കൂടുതൽ മാനേജ്മെന്റ് സബ്ജക്ട്സിനെ ആയിരിക്കും ഉണ്ടാവട്ടെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് 2 years MBAക്കാരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം MBAക്കാർക്കുള്ള പ്ലേസ്മെന്റും എല്ലാം നിങ്ങൾ അവരുടെ ഒപ്പമായിരിക്കും ഇരിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളൊരു MBA സ്റ്റുഡന്റ് ആയി മാറിയിരിക്കുകയാണ് IIM ഇൻഡോർ അഥവാ IIM റാഞ്ചി, ഏത് IIM ആണോ നിങ്ങൾ ചൂസ് ചെയ്തതെന്നല്ല. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 years കഴിയുമ്പോൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണം എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ ബെറ്റർ IIMസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെ അബ്രോഡ് നോക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ ഒരു ഫ്ലെക്സിബിലിറ്റിന്റെ കാര്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ IIMന്റെ പേജ് പോയി ചെക്ക് ചെയ്യണേ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കോഴ്സിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം IPM AT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും IIMസിനും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമാണ് IPM AT. പക്ഷേ നിങ്ങൾക്ക് IIM റോത്തക്കിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഇതുകൂടാതെ ജിപ്മാറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും IIM ജമ്മു, IIM ബോധ്ഗയും അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജിപ്മാറ്റ് എന്ന് പറഞ്ഞ എക്സാം എഴുതിയാൽ ഈ IIMസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ എല്ലാ IIMസിലും പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ട് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ +1 +2 ചില IIMs മാത്സ് ഒരു കമ്പൾസറി റിക്വയർമെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ മനസ്സിലാക്കിയത് IIM അമൃത്സറും IIM ഷിലോങ്ങും മാത്രമേ ഉള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. IPM ATയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ക്വാണ്ട് അഥവാ മാത്സ് ഉണ്ട്, വെർബൽ ഉണ്ട്. ഇനി അതിൽ IIM റോത്തക്കിന്റെ IPM ATയിലും അതുപോലെ ജിപ്മാറ്റിലും LR അഥവാ ലോജിക്കൽ റീസണിംഗ് സെക്ഷൻ കൂടി ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫീസിന്റെ കാര്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ IPM കോഴ്സിനും വേറെ വേറെ ഫീസ് ആയിരിക്കും. ഞാനിവിടെ കൊടുത്തത് അതിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സായ IIM ഇൻഡോറിന്റെ IPMന്റെ ഫീസാണ്. ഇതിൽ ഓരോ വർഷവും സ്പെസിഫിക് ആയിട്ടുള്ള ഫീസ് അല്ല. നമ്മൾ മൊത്തം പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 5 yearsലേക്ക് 38 lakhs ആയിരിക്കും വരിക. അതായത് ആവറേജ് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഓൾമോസ്റ്റ് 7.6 lakhs per year ആയിരിക്കും വരിക. ഇത് പക്ഷേ IIM ഇൻഡോറിന്റെ ഫീസാണ്. ഓരോ IIM ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓരോ IIMന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാര്യം നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഓരോ എക്സാമിനും വേറെ വേറെ ആപ്ലിക്കേഷൻ ഡേറ്റ്സ് ആണുള്ളത്. മിക്ക ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരിയിലാണ്. അപ്പം മിനിമം നിങ്ങൾ ആ ഫെബ്രുവരി മുതലെങ്കിലും ഓരോ IIMസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും റെഡിയാക്കി വെക്കുക. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ BMS പ്രോഗ്രാമും IPM പ്രോഗ്രാമും അല്ലാതെ വേറെ 2 മാർഗങ്ങളും കൂടി ഉണ്ട് IIMൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒന്ന് IIM സിർമാവൂറിലെ BMS പ്രോഗ്രാമാണ്. IIM സിർമാവൂറിലെ BMS പ്രോഗ്രാമും കോഴിക്കോട് പോലെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക IPM AT എന്ന് പറഞ്ഞ IIM ഇൻഡോർ ആ എക്സാമിലൂടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ നിങ്ങളുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇത് കൂടാതെ IIM റോത്തക്കിൽ IPL കളിയല്ല, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ലോ BBA LLB എന്ന് പറഞ്ഞ കോഴ്സ്, അതായത് BBAയും അതിനുശേഷം LLBയും കൂടെയുള്ള കോഴ്സുകൾ പല ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് IIMൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി പഠിക്കാവുന്നതാണ് IIM റോത്തക്കിൽ. ഇതിന്റെ അഡ്മിഷൻ 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ക്ലാറ്റിന്റെ സ്കോർ വഴി, അല്ലെങ്കിൽ IIM റോത്തക്ക് നടത്തുന്ന IPM ATയുടെ സ്കോർ വഴി. വീണ്ടും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അതിന്റെ സ്കോറും കൂടെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ അഡ്മിഷൻ തീരുമാനിക്കപ്പെടുക. ഈ ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ IIMൽ കയറേണ്ട എക്സാംസിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ IPM ആണെങ്കിലും അത് IIM കോഴിക്കോടിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ രീതി തന്നെയാണ്. കാരണം എല്ലാത്തിന്റെയും സിലബസിൽ മാത്സ് ഉണ്ടാവുന്നതായിരിക്കും. ബേസിക് മാത്സ് ആണ്. ഓൾമോസ്റ്റ് 10th വരെയുള്ള മാത്സ് മാത്രമേ ടെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. +1 +2 മാത്സ് ടെസ്റ്റ് ചെയ്യപ്പെടില്ല. മാത്രമല്ല വെർബൽ റീസണിംഗ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എല്ലാ എക്സാംസിനും ഓൾമോസ്റ്റ് കോമൺ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പ്ലാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം ക്വാണ്ട്
അഥവാ മാത്സും ലോജിക്കൽ റീസണിങ്ങും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പല പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലാത്ത പബ്ലിഷേഴ്സിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വാങ്ങുക, അത് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വേർബലിൻ്റെ കാര്യം. അപ്പോൾ വേർബലിൻ്റെ കാര്യത്തിൽ, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറേ പഠിക്കൽ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റഡി മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ അതിൽ കൂടുതൽ ആവശ്യമുള്ളത്, എൻ്റെ കാറ്റിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ വേർബലൊക്കെ എൻ്റെ ഇമ്പ്രൂവ് ചെയ്തത് ബുക്സ് വായിച്ചിട്ടാണ്. ബുക്സ് വായിച്ച് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ വേർബൽ എക്സാമിനേഷൻ്റെ, ഈ IPMലൊക്കെ. അപ്പോൾ ആ റീഡിംഗ് കോംപ്രിഹെൻഷൻ നന്നായിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായനാശീലം നന്നായിട്ട് ഉണ്ടാവണം. ഈ വായനാശീലം ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലത്തിലേക്ക് മുഴുവൻ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. നിങ്ങൾക്ക് അത് ട്രൈ ആവുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സ്ട്രാ ആയിട്ട്. ലാസ്റ്റ് കാര്യം, മോക്ക് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു എക്സാമിന്റെ ശരിക്കും ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ ധാരാളം മോക്ക് എക്സാം എഴുതണം. അപ്പോൾ അതും നിങ്ങൾക്ക് ഓൺലൈൻ ഇഷ്ടംപോലെ മോക്ക് എക്സാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ചോദ്യം, ഇതിന് പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 5 വർഷം മുൻപായിരുന്നു ഈ IPMനൊക്കെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഭയങ്കര പ്രിപ്പറേഷൻ ആവശ്യമില്ലായിരുന്നു. കാരണം വളരെ കുറച്ച് പേർക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി അറിയുള്ളൂ, വളരെ കുറച്ച് പേരെ ഇതിനു വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, നിങ്ങൾ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുറേ പേര് ഈ ഒരു കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് +1 +2 മുതൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രിപ്പയറും കൂടെ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവില്ല. +2 കഴിഞ്ഞിട്ട് IIMൽ എങ്ങനെ കയറി പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, +2 കഴിഞ്ഞിട്ട് IIMൽ എങ്ങനെ കയറണം എന്നുള്ള കാര്യത്തിൽ ഞാനൊരു എക്സ്പേർട്ട് അല്ല. അപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള റിസർച്ചും കൂടി ചെയ്യണം. അതും കൂടി ചെയ്തിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IIMൽ ഒരു സീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് വായിക്കാനും കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.